ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3-ലെ മാത്സിലെ 12th ചാപ്റ്ററായ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. എന്താണ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്? ഒറ്റ നോട്ടത്തിൽ അല്ലേ? എന്താണ് ഒറ്റ നോട്ടത്തിൽ കേട്ടോ. നമുക്ക് ചാപ്റ്റർ 12 എന്താണ് 3-ാം ക്ലാസ്സിലെ ഗണിതമാണ്. അതിൽ 12ാമത്തെ ചാപ്റ്ററായ ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് അറ്റ് എ ഗ്ലാൻസ് പറയുന്നത്? ഇവിടെ എന്താണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങൾ ഒരു മരമുണ്ട്, ആ മരത്തിൽ എന്താണ് പക്ഷികളുണ്ട്, എന്താണ് ആ മരത്തിൽ ചക്ക ഉണ്ടല്ലേ ആദ്യം, പിന്നെന്താ പക്ഷികളുണ്ട്, അണ്ണാറക്കണ്ണനുണ്ട് അല്ലേ, സ്ക്യൂരൽസ് ഉണ്ട്, പിന്നെന്താണ് മങ്കീസ് ഉണ്ട്, പിന്നെന്തൊക്കെയുള്ളത് താഴെയൊക്കെ ആയിട്ട് എന്താണ് റാബിറ്റ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് ഉണ്ട് അല്ലേ. നോക്കാം ഇനി ഫ്രൂട്ട് സാലഡ് കേട്ടോ. ഫ്രൂട്ട് സാലഡ് നോക്കാം. ദ ചിൽഡ്രൻ ഇൻ മിലാൻസ് ക്ലാസ് ബ്രോട്ട് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് സലാഡ്. എന്താണ് മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്താക്കി ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്നു അല്ലേ. എന്തിനാണ്? ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ. ഓക്കെ. ഡു യു ഹാവ് കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? ഡു യു ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? ഇപ്പോൾ മാഷ് എന്താ ചോദിക്കുന്നത്? എല്ലാത്തരം പഴങ്ങളും ഉണ്ടോ എന്നാണ് മാഷ് ചോദിക്കുന്നത് അല്ലേ. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിനായിട്ട് മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഴങ്ങൾ കൊണ്ടുവന്നപ്പോൾ മാഷ് എന്താ ചോദിച്ചത്? എല്ലാത്തരം പഴങ്ങളും ഉണ്ടോ അതല്ലേ. ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് ആർ ദർ? ഹൗ ക്യാൻ വി കൗണ്ട് ഇഫ് ദേ ആർ മിക്സഡ് അപ്പ് ലൈക്ക് ദിസ്? ഓരോ തരം പഴങ്ങളും എത്ര വീതമുണ്ട് എന്നാണ് ഒരു കുട്ടി ചോദിക്കുന്നത് അല്ലേ. ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണുന്നാണ് ഒരു കുട്ടി ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണുക? തരം തിരിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് എണ്ണാൻ കഴിയൂല്ലേ. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ടല്ലേ തരം തിരിച്ച് വെച്ചാലോ എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണാൻ, ഇങ്ങനെ മിക്സാക്കി വെച്ചിരിക്കുകയാണല്ലേ, അപ്പോൾ എങ്ങനെ എണ്ണാൻ കഴിയുമെന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലേ. ലെറ്റ് us sort them. അത് നമുക്ക് തരം തിരിച്ച് വെച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സീ ഹൗ ദ ഫ്രൂട്ട്സ് ആർ സോർട്ടഡ്. എങ്ങനെയാണ് ഫ്രൂട്ട്സ് സോർട്ടാക്കി തരം തിരിച്ച് വെച്ചിരിക്കുന്നത്? എങ്ങനെയാണെന്ന് നോക്കൂ. ആപ്പിള്, മാംഗോ, ബനാന, പിന്നെന്താ ഗുവാവ, പിന്നെന്താ ഓറഞ്ച്, പൈനാപ്പിൾ അല്ലേ, അതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ പേരക്ക എന്തൊക്കെയാണുള്ളത്? ആപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, പഴമുണ്ട്, പേരക്ക ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെന്താ പൈനാപ്പിളും ഉണ്ട് അല്ലേ. അപ്പം അത് ഓരോന്നും എണ്ണാൻ കഴിയുമല്ലോ. അങ്ങനെ കൊട്ടയിൽ വെക്കുകയാണോ അല്ലെങ്കിൽ ഇങ്ങനെ തരം തിരിച്ച് വെക്കുകയാണോ എളുപ്പം എണ്ണാൻ? തരം തിരിച്ച് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ ഓരോന്ന് എത്ര എണ്ണ വീതം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ ഫ്രൂട്ട്സ്. ഒപ്പം ആപ്പിൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് എണ്ണിയാൽ കിട്ടും അല്ലേ. എത്ര ഉണ്ട് ആപ്പിൾ? 1 2 3 4 5 അല്ലേ. അപ്പം ആപ്പിളിൻ്റെ അവിടെ എന്താക്കുക നിങ്ങൾ 5 എന്ന് കൊടുക്കുക. ഓക്കെ. അവിടെ ആപ്പിളിൻ്റെ അവിടെ നിങ്ങൾ എന്താക്കുക 5 എന്ന് കൊടുക്കുക. ഓക്കെ. ആപ്പിളിൻ്റെ അവിടെ നമ്മൾ 5 കൊടുക്കും. ഇനി പൈനാപ്പിൾ എത്ര ഉണ്ട്? പൈനാപ്പിൾ 1 ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക പൈനാപ്പിളിൻ്റെ അവിടെ 1 എന്ന് ഇടുക. ഓക്കെ. ഇനി മാംഗോ എത്ര ഉണ്ട്? മാംഗോ നമുക്ക് എണ്ണി നോക്കണ്ടേ. മാംഗോ എത്ര ഉള്ളത്? 1 2 3 അല്ലേ. പൈനാപ്പിൾ ഇവിടെ 1 ഉള്ളൂ കേട്ടോ. മാംഗോ എത്രയാണ്? 3. മാങ്ങ എത്രയാണ്? 3. അപ്പോൾ 3 എന്താ മാംഗോൻ്റെ അവിടെ എന്താക്കുക നിങ്ങൾ 3 എന്ന് എഴുതുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓറഞ്ച്. ഓറഞ്ച് എത്ര ഉണ്ട്? ഓറഞ്ച് 1 2 3 അല്ലേ. ഓറഞ്ച് 3 എണ്ണം ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഓറഞ്ചിൻ്റെ അവിടെ എന്താക്കുക നിങ്ങൾ 3 എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ. ഇവിടെ 3 എന്ന് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഗുവാവ എത്ര ഉണ്ട്? പേരക്ക എത്ര എണ്ണം ഉള്ളത്? 1 2 3 4 5 6 7 8 8 അല്ലേ. 8 അല്ലേ. അപ്പോൾ ഗുവാവിൻ്റെ അവിടെ എന്താക്കുക നിങ്ങൾ 8 എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇവിടെ നിങ്ങൾ 8 എന്ന് കൊടുക്കുക. ഇനി ബനാന എത്ര ഉണ്ട്? ബനാന എത്ര എന്നുണ്ടെങ്കിൽ നോക്കിയേ എത്ര ബനാന? 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ 10 ബനാന ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക ബനാനൻ്റെ അവിടെ 10 എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ. അപ്പോൾ ഏത് നമ്പറാണ് കൂടുതൽ ഇതിലുള്ളത്? ബനാനയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക അവിടെ ബനാന എന്ന് എഴുതുക അല്ലേ. ഓക്കെ. അപ്പോൾ വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ? ബനാന അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടി പറയുന്നുണ്ട് ഓറഞ്ച് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഓറഞ്ച് ഉണ്ടല്ലോ അല്ലേ. അപ്പം ഏത് തരം പഴമാണ് കൂടുതലുള്ളത്? എന്താ വാഴപ്പഴം അല്ലേ. അപ്പോൾ എന്താക്കുക ഇവിടെ നിങ്ങൾ വാഴപ്പഴം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. പിന്നെന്താ വിച്ച് ഫ്രൂട്ട് ഈസ് ഓൺലി ഇൻ 1 നമ്പർ അല്ലേ. ഒറ്റ പഴം മാത്രമുള്ള ഏതാണ്?
ഇവിടെ ഒറ്റ പഴം മാത്രമുള്ള ഏതാണ് നോക്കൂ, പൈനാപ്പിൾ ആണ് അല്ലേ. അപ്പോൾ എന്താക്കുക, അവിടെ നിങ്ങൾ പൈനാപ്പിൾ എന്ന് എഴുതുക കേട്ടോ. എന്താണ് പൈനാപ്പിൾ, PINEAPPLE, പൈനാപ്പിൾ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഓക്കെ ഇവിടെ പൈനാപ്പിൾ എന്ന് എഴുതുക. ഇനി എന്താ, വിച്ച് ഫ്രൂട്ട്സ് ആർ ഇൻ സെയിം നമ്പറുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് നോക്കൂ. സെയിം നമ്പറിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, മാംഗോയും ഓറഞ്ചും ആണ് അല്ലേ. സെയിം നമ്പറിലുള്ള വേറെ ഒന്നുമില്ലല്ലോ, 3 അല്ലേ. സെയിം നമ്പറിലുള്ളത് ഈ മാംഗോയും ഓറഞ്ചും ആണ് അല്ലേ. അപ്പോൾ മാംഗോ ആൻഡ് ഓറഞ്ച് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ മാംഗോ ആൻഡ് ഓറഞ്ച് എന്ന് എഴുതി അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി മോർ ഗുവാവാസ് ആർ ദർ ദാൻ പൈനാപ്പിൾ. അപ്പോൾ എന്താണ്, ഹൗ മെനി മോർ ഗുവാവാസ് ആർ ദർ ദാൻ പൈനാപ്പിൾ. പൈനാപ്പിളിനേക്കാളും എത്ര കൂടുതലാണ് ഗുവാവ എന്ന് ചോദിക്കുന്നത്. ഗുവാവ പറഞ്ഞാൽ പേരക്ക പൈനാപ്പിളിനേക്കാൾ എത്ര കൂടുതലുണ്ട്. അപ്പോൾ പേരക്ക എത്ര എണ്ണം ഉള്ളത്, പേരക്ക ഉള്ളത് എണ്ണി നോക്കാം ആദ്യം. പേരക്ക 8 എണ്ണം അല്ലേ. പിന്നെ ഏതാണ് പൈനാപ്പിൾ 1. അപ്പോൾ എത്ര കൂടുതലുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ, ഈ 8ന്ന് 1 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ് 7 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം പൈനാപ്പിളിൻ്റെറ്റാലും ഗുവാവ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ എന്തായാലും 2 കൂടി മൈനസ് ചെയ്യുക, അത് കിട്ടുന്ന ഉത്തരമാണ് കേട്ടോ. അപ്പോൾ 7 അല്ലേ. അപ്പം 8 - 1 = 7 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് മാംഗോയിലെ മാങ്ങയേക്കാൾ കൂടുതലുള്ളത്, ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് മാങ്ങയേക്കാൾ കൂടുതലുള്ളത് നോക്കൂ. മാങ്ങ 3 എണ്ണം ഉള്ളത് അല്ലേ. അപ്പോൾ മാങ്ങയേക്കാൾ കൂടുതൽ 3ൽ കൂടുതൽ ഏതൊക്കെയാണ് വരുന്നത്, ഇവിടെ 5 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 10 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആപ്പിളാണ് 5, പിന്നെ ഗുവാവ, പിന്നെ എന്താണ് ബനാന അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ, ആപ്പിൾ, ഗുവാവ ആൻഡ് ബനാന. അപ്പോൾ ആപ്പിൾ, ഗുവാവ ആൻഡ് ബനാന, ആപ്പിളും പിന്നെ പേരക്കയും ബനാനയും അല്ലേ. വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ്. വിച്ച് ഫ്രൂട്ട്സ് ആർ മോർ ദാൻ ഇൻ നമ്പേഴ്സ് ദാൻ മാംഗോസ്. മാംഗോസിനെയും കൂടുതലുള്ളതൊക്കെ ഏതൊക്കെയാണ്, ആപ്പിൾ, ഗുവാവ ആൻഡ് ബനാന അല്ലേ.